നമസ്തേ ഇന്ത്യ. നിങ്ങളൊക്കെ കേട്ട് കാണും, ഏതൊരു വലിയ യാത്രയുടെയും തുടക്കം ഒരു ചെറിയ ചുവടിൽ നിന്നാണ്. പക്ഷേ സ്റ്റാർട്ടപ്പിന്റെ ലോകത്ത് ഏറ്റവും പ്രധാനം എന്താ? ആ ചുവട് ശരിയായ ദിശയിലായിരിക്കണം എന്നതാണ്. ആ ദിശ ഏതെങ്കിലും മാപ്പിൽ നിന്ന് കിട്ടില്ല, മറിച്ച് അത് കിട്ടുന്നത് ഫൗണ്ടറിന്റെ തലച്ചോറിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഐഡിയയിൽ നിന്നായിരിക്കും. അയാൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്നത് ഒരു നല്ല ഉപദേശകനായിരിക്കും. പിന്നെ ഇൻവെസ്റ്ററും. അതിന്റെ വിജയം എന്ന് പറയുന്നത് ശരിയായ സമയത്ത് ശരിയായ ഫണ്ടിങ് കിട്ടുമ്പോൾ കൂടിയാണ്. ഈ പറഞ്ഞതെല്ലാം ഒരേ സ്ഥലത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദിയായ ഐഡിയ ബാസ്. ഐഡിയ നിങ്ങളുടേത്, പണം ഞങ്ങളുടേത്. നിങ്ങളുടെ കൈയടികൾ ഇങ്ങനെ തുടർന്നും കേൾക്കണം, കാരണം നമ്മുടെ ഇൻവെസ്റ്റിംഗ് ടൈറ്റൻസ് ഇതാ വരുന്നു. ലിബർട്ടി ഷൂസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനുപം ബൻസൽ, യങ് ഇന്ത്യയുടെ ഫേവറേറ്റ് അർജുൻ വൈദ്യ, സ്ലീപ്പ് കമ്പനിയുടെ കോ ഫൗണ്ടർ പ്രിയങ്ക സലോട്ട്, വിഷണറി ഫ്യൂച്ചറിസ്റ്റ് മൾട്ടി ഡിസിപ്ലിനറി ഓന്റർപ്രണർ ജിമ്മി മിസ്ത്രി, VC from Washington DC Sandesh Sharda, അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഐഡിയ ബസിന്റെ വേദിക്ക് ചില ഫിലോസഫികളുണ്ട്. അതായത് ഇവിടെയുള്ള എല്ലാവർക്കും ഒരേപോലെ ശരിയായ അവസരം കിട്ടണം. അതുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഈ വേദിയിൽ വെറും റണ്ണിംഗ് സ്റ്റാർട്ടപ്പോ ബിസിനസ്സുകളോ മാത്രമല്ല, അതിനോടൊപ്പം പുതിയ ഐഡിയകളെയും സ്വാഗതം ചെയ്യുമെന്ന്. അവർ ചിലപ്പോൾ ഇതൊരു വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ ഐഡിയ സ്റ്റേജ് തന്നെ നിൽക്കുമായിരിക്കും. നമ്മുടെ ആ ചിന്തയെ അടിസ്ഥാനമാക്കിയാണ് അടുത്ത ഐഡിയ ബസ് വരുന്നത്. ഡ്രോപ്ലെറ്റ് വളരെ സ്റ്റേബിൾ ആയിരിക്കും, പക്ഷേ നമുക്ക് താല്പര്യമില്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ചെയ്യുന്നത് വളരെ പാടാ. ചെറുപ്പം മുതലേ കണ്ടുവരുന്ന കാര്യമാണ്. അമ്മ സ്കൂളിൽ പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരും. ഇന്നിപ്പോ ഓഫീസിൽ പോകുമ്പോഴും ഭക്ഷണം ഉണ്ടാക്കി തരുന്നുണ്ട്. ഈ സ്ത്രീകളുണ്ടല്ലോ, ഓൾവേസ് പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്നവരാണ്. എന്നാൽ അതേപോലെ അവരോടൊപ്പം നിൽക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചത് എന്റെ ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ തികച്ചും സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാ. ഏതൊരു ഐഡിയയും ചെറുതല്ല, ചെറുതായി പോകുന്നത് ധൈര്യമാണ്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം സൗരവ്, സുദീപ് ആൻഡ് ഗജാനന്ദ്. സൗരവ്, സുദീപ്, പിന്നെ ഗജാനന്ദ്, ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു. നിങ്ങൾ ഇപ്പോൾ ഐഡിയ സ്റ്റേജിലാണ്. അതിന് മുന്നോട്ടെന്തെങ്കിലും നീക്കം ഉണ്ടായോ? ഇല്ല, ഇതിപ്പോൾ ആദ്യമായിട്ടാ. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഗുഡ് ലക്ക്. താങ്ക് യു. ഹലോ ടൈറ്റൻസ്, ഞാൻ എൻ്റെ പിച്ച് തരുന്നതിന് മുമ്പ് ഒരു ഡിസ്ക്ലെയിമർ തരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമോ? ഓഡിയൻസ്, നിങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിക്കോളൂ. കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക് ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മിക്കവാറും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ടിവിയുടെ ചാനൽ മാറ്റും, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തു പോകാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തും. തീർച്ചയായും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പീരിയഡ്സിനെ കുറിച്ചാണ്. പീരിയഡ്സിന്റെ പ്രശ്നങ്ങളൊക്കെ പഴയതുപോലെ തന്നെയുണ്ട്. പക്ഷേ നമ്മളിതിനെ മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ മറക്കാനുള്ളൊരു രീതി ഉണ്ടാക്കി കഴിഞ്ഞു. ടൈറ്റൻസ്, പുരുഷന് ഒരിക്കലും വേദന ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പുരുഷന് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീ ഈ വേദന കടന്നു പോകുമ്പോഴുണ്ടല്ലോ, അയാൾക്കും അതേപോലെയുള്ള വേദന ഉണ്ടാവുന്നുണ്ട്. ടൈറ്റൻസ്, എന്റെ പേര് സൗരവ് പർവത്. ഒരിക്കലൊരു രാത്രി എന്റെ കാഴ്ചപ്പാട് തന്നെ മാറ്റിമറിച്ചു. ഒരു ദിവസം ഒരു രാത്രി എന്റെ ഗേൾ ഫ്രണ്ടിന് വല്ലാത്ത പീരിയഡിന്റെ വേദനയുള്ള ഒരു സമയം. അത് കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത വിഷമമായി. ഞാൻ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാതെ രാത്രി മുഴുവനും വിഷമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നു, ഈ മാർക്കറ്റിൽ ഇതിനു വേണ്ടിയ പ്രോഡക്റ്റ് വളരെ അത്യാവശ്യമാണല്ലോ, പക്ഷേ അതിൽ പലതും ഗുണമുള്ളതല്ല, അതൊന്നും ഇട്ടിട്ട് പുറത്തോട്ട് പോകാനും പറ്റില്ല. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ വേണ്ടതല്ലേ. ഞാനാണെങ്കിൽ ഒരു എംബഡഡ് എഞ്ചിനീയറും ആയിപ്പോയി. അപ്പൊ പിന്നെ ഡിഗ്രി കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ. അപ്പോഴാണ് ഞാനിത് തുടങ്ങിയത്. ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു പ്രോട്ടോടൈപ്പ്, അതും അവൾക്ക് വേണ്ടി. കുറച്ച് അഗ്ലി ആയിരുന്നു, കുറച്ച് DIY ആയിരുന്നു, പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ പ്രത്യേകിച്ച് ഒരു ഫാക്ടറിയും ഇല്ല, ഒരു ഓഫീസും ഇല്ല, അതുപോലെ ഒരു ഇൻവെസ്റ്ററിന്റെ സപ്പോർട്ടും ഇല്ല. എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്രോട്ടോടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തു. ദെൻ പ്രൊഡക്ഷൻ.
ഈ യാത്ര എന്നോടൊപ്പം ഉണ്ടായിരുന്നത് എൻ്റെ ടീം, പിന്നെ എൻ്റെ പഠിത്തവും അനുഭവങ്ങളുമാണ്. പിന്നെ ഉണ്ടെന്ന് പറയുന്നത് എൻ്റെ വിധിയാണ്. അങ്ങനെ ഉണ്ടായതാണ് റഹാത്തോ, ദ പവർ ഓഫ് റിലീഫ്. രാഹത്തോ ഒരു സ്മാർട്ടി കിങ് പാഡാണ്. ഇത് വെൽവെറ്റ് ഫാബ്രിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. വിച്ച് മേക്ക് ഇറ്റ്സ് കിങ് ഫ്രണ്ട്ലി ഓൾ ദി വേരിയബിൾ. ഇനി ഇതിന്റെ യുണീക്ക് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാം. അതാണ് ഇതിനെ വളരെ വ്യത്യസ്തമാക്കുന്നത്. രാഹത്തോ മൊബൈൽ ആപ്പിലൂടെ നിങ്ങൾക്ക് ടെമ്പറേച്ചർ, വൈബ്രേഷൻ, മസാജ് പാറ്റേൺസ് എല്ലാം നിങ്ങളുടെ ഫോണിലൂടെ തന്നെ വളരെ എളുപ്പത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങളുടെ മൊബൈലിന്റെ ചാർജ് കുറവാണോ? ഒരു കുഴപ്പമില്ല, മാനുവൽ ബട്ടൺസ് ഉണ്ട്. ഇതിന്റെ ഡിസൈൻ സാരി ഫ്രണ്ട്ലി ആണ്. പവറും വളരെ കുറച്ചേ ആവശ്യം വരും. ഓൺലി 1.5 ആംപ്സ്. അതൊരു പവർ ബാങ്ക് ഉണ്ടെങ്കിൽ തന്നെ എളുപ്പത്തിൽ നടക്കാവുന്നതാണ്. പിന്നെ ഇത് സോഫ്റ്റ്വെയർ ആപ്ലിക്കബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ മൊബൈലിനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറില്ലേ? അതുപോലെ ഈ പ്രോഡക്റ്റ് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് പുതിയ പ്രോഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. മാർക്കറ്റിൽ പലതരത്തിലുള്ള ഇമ്പോർട്ടഡ് ആയതും അങ്ങനെ പലതും കിട്ടുമായിരിക്കും. പക്ഷേ അതിലും അധികം ഒരു സ്മാർട്ട്, ഡിസ്ക്രീറ്റ്, ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ സൊല്യൂഷൻ ആണത്. അപ്പൊ ടൈറ്റൻസ്, ഞങ്ങളുടെ വിഷനും മിഷനും എല്ലാം സെയിം ആണ്. പീരിയഡ്സ് പെയിൻ കൂടുതൽ ടോളറേറ്റ് ചെയ്യണ്ട. ഇതിനെ സോൾവ് ചെയ്യണം. ഇതിനൊരു ഫാഷനബിൾ ട്രെൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പൊ അത് ചെയ്യണമെങ്കിൽ വേണ്ടത് 60 ലക്ഷത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് അഗെയിൻസ്റ്റ് കൺവേർട്ടബിൾ സ്റ്റേറ്റ്സിൽ. അപ്പൊ ടൈറ്റൻസ്, നിങ്ങൾ കൈ കൊടുക്കാൻ ഇഷ്ടപ്പെടുമോ? ഇവിടെ വേദന കുറവും ഡിഗ്നിറ്റി അധികവുമാണ്. വളരെ ഗംഭീര ഐഡിയ തന്നെയാണ്. അതായത് നിങ്ങൾ ആ വേദനയെ മനസ്സിലാക്കിയ ഒരു രീതി ഉണ്ടല്ലോ, അതുകൊണ്ട് അതിന്റെ സൊല്യൂഷനും നിങ്ങൾ കണ്ടെത്തി. എന്തായാലും നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇതിന്റെ ട്രയലും എടുത്തു കാണുമല്ലോ. ഏറ്റവും ആദ്യം ആരുടെ മേലാണ് ട്രയൽ ചെയ്തത്? അവരുടെ ഫീഡ്ബാക്ക് എന്തായിരുന്നു? അതായത് ഈ ഒരു പ്രോഡക്റ്റ്, ഇതിന്റെ പുറകിൽ മനോഹരമായ ഒരു ലവ് സ്റ്റോറി ഉണ്ട്. ഞാൻ ഈ പ്രോഡക്റ്റ് ആക്ച്വലി ഉണ്ടാക്കിയത് എൻ്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിയാണ്. ഒരു ദിവസം രാത്രി ഒരു 2-2:30 മണിയായി കാണും. എനിക്കൊരു ഫോൺ കോൾ വന്നു. ഞാൻ ഉറങ്ങുമായിരുന്നു. ആകെ പേടിച്ചിട്ടുള്ള ഒരു വിളിയായിരുന്നു. അപ്പോ എന്റെ ഭാഗത്ത് എന്താ പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അതായത് ഇതിന്റെ ഹീറ്റിംഗ് ഉണ്ടല്ലോ, അത് കുറച്ച് കൂടുതലായി പോയിരുന്നു. അവളുടെ ശരീരത്തിന് സ്കിന്നിന് പൊള്ളലേറ്റു. ഓ ഗോഡ്. ഒരു വശത്ത് പീരിയഡ്സിന്റെ വേദനയുണ്ട്, അതിന്റെ കൂടുതൽ ഇതിന്റെ വകയെ ഒരു പൊള്ളലും. യുഎസിലെങ്ങാനും ഇത് കൊടുത്താ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. പിന്നെ ഞാനത് റിസോൾവ് ചെയ്തു, മൊത്തത്തിൽ ഫിക്സ് ചെയ്തു, ഫ്യൂസ് പിടിപ്പിച്ചു, അങ്ങനെ കുറെ ഇംപ്ലിമെന്റ് ചെയ്ത് ശരിയാക്കി. അങ്ങനെ പ്രോഡക്റ്റ് സ്റ്റേബിളായി. അതിനുശേഷം ഞാനത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. എന്നിട്ട് ആ കുട്ടി ടെസ്റ്റ് ചെയ്യാൻ റെഡിയായോ? ആക്ച്വലി അവൾക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും എന്നെ നിർബന്ധം സഹിക്കാതെ അവൾ അതിന് റെഡിയായി. അങ്ങനെ സംഗതി വിജയിക്കുകയും ചെയ്തു. അപ്പോഴാണ് അടുത്തൊരു ചാലഞ്ച് വരുന്നത്. ഇനി ഇതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്യും? അതായത് പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസ് വേണ്ടേ? അതെ. എംപ്ലോയീസ്, അവരുടെ സാലറി, പിന്നെ എക്യുപ്മെന്റ്സ്, അതിനെവിടെ പൈസ? ഞാൻ കുറച്ച് ബുദ്ധി പ്രയോഗിച്ചു. എന്താ ചെയ്തെന്ന് വെച്ചാൽ ആളുകൾക്ക് കുറച്ച് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. ഇതിനെങ്ങനെ ഉണ്ടാക്കുമെന്നൊക്കെ. ഉദാഹരണത്തിന് കോളേജ് പഠിക്കുന്ന സ്റ്റുഡന്റ് ആയിരിക്കും, അവൻ പാർട്ട് ടൈമിൽ ജോലി ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവന് എക്യുപ്മെന്റ് വാങ്ങി കൈ കൊടുത്തു. റോ മെറ്റീരിയൽ വേണം, അതും അവന് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ ഇന്റർണൽ പാഡ് ഉണ്ടല്ലോ, അത് അവൻ ഉണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ അവന് പാർട്ടായിട്ട് പേയ്മെന്റ് കൊടുത്തു. അപ്പൊ എനിക്ക് സാലറിയോ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ആ രീതിയിൽ പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ ഒരു വിധത്തിൽ കാര്യങ്ങൾ ശരിയായി വന്നു. ഒരു 2 ലക്ഷത്തിനുള്ളിൽ കഥ കഴിഞ്ഞു. ഇങ്ങനെയാണ് റിയൽ ഇന്നോവേഷൻസ് നടക്കുന്നത്. ഒരു വഴി കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് വിധേനയും നമ്മൾ കണ്ടെത്തും. യെസ്. പ്രിയങ്ക മാഡം, ആദ്യം നിങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാനൊന്ന് വന്ന് ആ പ്രൊഡക്റ്റ് ഒന്ന് നോക്കട്ടെ. ഫ്രീക്വൻസി സിസ്റ്റത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ നെർവ് സിസ്റ്റം ഉണ്ടല്ലോ, അതിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിൽ നിന്നും നെർവിലേക്ക് ഇത് സിഗ്നൽ എത്തിക്കാതെ നോക്കുന്നത്. അപ്പൊ വേദന അനുഭവപ്പെടില്ല.
താങ്ക് യു. കൊള്ളാം. അപ്പോൾ നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒന്നുകൂടി പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് ആവശ്യം 60 lakhs ഫോർ കൺവെർട്ടബിൾ ഈക്വിറ്റി. ടൈറ്റൻസിനോട് ബാക്കി കൂടി പറയൂ. അതായത് നിങ്ങൾ 60 വാങ്ങാൻ ഉദ്ദേശിക്കുമ്പോൾ അത് എവിടെയാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുക? ആളുകളെ ഹയർ ചെയ്യേണ്ടി വരും, എക്യുപ്മെന്റ്സ് വാങ്ങിക്കേണ്ടി വരും. മാസ് പ്രൊഡക്ഷന് വേണ്ടിയാണ് ഞങ്ങളിതിപ്പോൾ ചോദിക്കുന്നത്. പിന്നെ കൺവെർട്ടബിൾ ഈക്വിറ്റി ആയിട്ടാണ് ചോദിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിന്റെ പ്രത്യേക വാല്യൂഷൻ ഒന്നും പറയാൻ പറ്റിയ അവസ്ഥയിലല്ല. കാരണം ഇതുവരെ സെയിൽസ് ഒന്നും ആയിട്ടില്ല, ലിസ്റ്റഡ് ആവാൻ പോകുന്നല്ലേ ഉള്ളൂ. ഒരു ബെൽറ്റിന്റെ വില എത്രയായിരിക്കും? 1999. 2 വർഷമായിട്ട് ഇതിന്മേൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈനൽ പ്രൊഡക്റ്റുമായി അതിന് ടെസ്റ്റും കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കമ്പനി രജിസ്റ്ററും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം പ്രൊഡക്ഷൻ വിശ്വസിക്കാൻ പറ്റാതെ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് എന്താണ്? വെരി ഗുഡ്, വെരി യാ അമേസിംഗ്. വെൽ സെഡ്. ഇങ്ങനൊരു ഫൗണ്ടറിന്റെ കൂടെ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓരോ രൂപയും സേഫ് ആയിരിക്കും. നമ്മൾ നമ്മുടെ ടൈറ്റൻസിന്റെ അടുത്ത് പോകുന്നതിന് മുന്നേ നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. എല്ലാവരും നിങ്ങളുടെ വോട്ടിംഗ് മെഷീൻ വേഗം എടുക്കൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഈ പ്രോഡക്റ്റിന് എന്തുമാത്രം മാർക്കറ്റ് ഉണ്ട് എന്ന് യെസ് ഓർ നോ അമർത്തിക്കൊണ്ട് ഞങ്ങളെ അറിയിക്കൂ. നിങ്ങളുടെ സമയം ഇതാ തുടങ്ങുന്നു. %85 ആളുകൾക്കും ഇത് ശരിക്കും ആവശ്യമുണ്ട് എന്നാണ് അഭിപ്രായം. അപ്പോൾ ഇനി ടൈറ്റൻസ് തന്നെ പറയൂ, ഈ ഇന്നോവേഷനുമായിട്ട് കൈകോർക്കാൻ നിങ്ങൾ തയ്യാറാണോ? എനിക്ക് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾക്ക് കൈതരാൻ കഴിയില്ല. പിന്നെ നിങ്ങളുടെ ഈ റിക്വയർമെന്റ് നോക്കുമ്പോൾ നിങ്ങളൊരു 2 ലക്ഷത്തിനുള്ളിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 60 ലക്ഷം കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല ഞാൻ കുറച്ചുകൂടി കൺസ്യൂമർ സെൻട്രിക് പ്രോഡക്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ യാത്രയിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് കൈതരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കൊരു പ്രൊപ്പോസൽ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദ സ്ലീപ്പ് കമ്പനിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് യൂസ് ചെയ്യാം. അതുപോലെ ദ സ്ലീപ്പ് കമ്പനിയുടെ റിസോഴ്സസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനു വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ഞാൻ ചെയ്തുതരാം. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ ഈ മെൻസ്ട്രൽ പെയിൻ ആണ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ അതിന് മാർക്കറ്റ് കുറച്ച് ചെറുതാണ്. സെയിം ടെക്നോളജിയിൽ നിങ്ങൾ ഇതുപോലെ വേറെയും സിമിലർ പെയിൻ റിക്കവറി പ്രോഡക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കൂ. അതിനു വേണ്ടി വരുന്ന ചെലവുകൾ എല്ലാം ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം. പ്രിയങ്ക മാഡം പറഞ്ഞത് മനസ്സിലായി കാണുമല്ലോ. അതായത് ഇപ്പോൾ ഈ പ്രോഡക്റ്റിന് വേണ്ടി 60 ലക്ഷം അവർ ഇറക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് 60 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. പകരം അവരുടെ മൊത്തം സെറ്റപ്പും ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിൽ നിങ്ങളുടെ ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. പോട്ടെ, മറ്റൊരു കാര്യം ചെയ്താലോ? ഇവർക്ക് ഞാനൊരു 10 ലക്ഷം രൂപ കൊടുക്കാം. എന്തായാലും ഒരു മാനുഫാക്ചറിനെ ഹെൽപ്പ് ചെയ്യുന്നല്ലോ, ഞാൻ അവരുടെ മാർക്കറ്റിംഗിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ പ്രോഡക്റ്റ് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാനും നോക്കാം. കാരണം എനിക്ക് ഇവർ 3 പേരെയും നിരാശരെ എവിടുന്ന് അയച്ചുവിടാൻ മനസ്സില്ല. ഞാനും ജിമ്മി സാർ പറഞ്ഞതുപോലെ ഒരു 10 ലക്ഷത്തിന്റെ ഓഫർ തരുന്നു. അതായത് കൺവേർട്ടബിൾ ഇക്വിറ്റിയിൽ തന്നെ. അത് വെച്ച് നിങ്ങൾ ഇതിന്റെ ഒരു മൾട്ടി യൂട്ടിലിറ്റി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ നോക്കൂ. ഞാനും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമുള്ള കാരണം നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നന്നായി വിവരിച്ചു പറഞ്ഞു, അതും വളരെയധികം താഴ്മയോടെ. സോ ഈ പണം നിങ്ങളുടെ സിംപ്ലിസിറ്റിക്കും ഓണസ്റ്റിക്കും വേണ്ടിയാണ്. ജിമ്മിയോടൊപ്പം ഞാനും നിങ്ങൾക്ക് 10 ലക്ഷം രൂപ തരും. ഇദ്ദേഹത്തിന്റെ അടുത്ത് പോവാം. സാറും കൂടെ പറഞ്ഞേ. ഓക്കെ, ഞാനും ജിമ്മിയോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്യാം. 40 ലക്ഷം ആയില്ലേ? അർജുൻ, യു കാൻ ബി ദ ഓൺലി വൺ റിമൈനിങ് ബ്രോ. അതെ, അർജുൻ സാർ എന്തെങ്കിലും പറയൂ. അർജുൻ അർജുൻ അർജുൻ. വിളിക്ക്, വിളിക്ക്. ഇത്ര എളുപ്പത്തിൽ പൈസ ഇൻവെസ്റ്റ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനും ചെയ്തേക്കാം. നിങ്ങൾക്ക് 50 ലക്ഷമാണ് കിട്ടാൻ പോകുന്നത്. 20% കൺവെർട്ടബിൾ ഈക്വിറ്റി ആയിട്ട്. 1, 2, 3, 4, 5 50 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. Congratulations. Good job. I'll support you all the way. അമേസിംഗ് വർക്ക്. ഐ ടെൽ യു, ലെറ്റ്സ് കണക്ട് ഓൺലൈൻ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അല്ല, നിങ്ങളുടെ ആസ്ക് എത്രയായിരുന്നു? 60 ലക്ഷം അല്ലായിരുന്നോ? ഇപ്പൊ തന്നെ 50 lakhs ആയല്ലോ. നിങ്ങളുടെ അടുത്ത് വളരെ ധനികനായ ഒരു ആക്ടറാണ് നിൽക്കുന്നത്. അങ്ങേരോടും കൂടെ 10 ലക്ഷം തരാൻ പറയൂ. എന്തു പറയുന്നു? ഞാനെന്താ ഇവിടുന്ന് കൈതരാം. വരൂ. Very good. ഇനി വരൂ. Very good. Very good. താങ്ക് യു സർ. അപ്പോൾ ഇവരിന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് 60 ലക്ഷം രൂപ. കൺവെർട്ടബിൾ നോട്ടിൽ
അതോടൊപ്പം നമ്മുടെ 5 ടൈറ്റൻസിന്റെ മെന്റർഷിപ്പും നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു. താങ്ക് യു. ഗുഡ് ലക്ക്. താങ്ക്സ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്നാൽ ഇന്നത്തെ നമ്മുടെ സ്റ്റേജിൽ ഇന്നോവേഷൻ ഇങ്ങനെ നല്ല തുടങ്ങാം. കഴിവുള്ള പിള്ളേരാ. നല്ല കഴിവുള്ള പിള്ളേരാ. വളരെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഐ ജസ്റ്റ് ലവ് ദ ഗൈസ്. ചില കോമ്പിനേഷൻസ് ഒക്കെ നമ്മുടെ സങ്കല്പത്തിനും അതീതമായിരിക്കും. പക്ഷേ ആ സങ്കല്പം യാഥാർത്ഥ്യമായി മാറുമ്പോൾ അതിന്റെ പ്രയോജനവും വലുതായിരിക്കും. ഈ ചിന്തയുമായിട്ടാണ് നമ്മുടെ അടുത്ത ഐഡിയ ബസ് വരുന്നത്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അഭിഷേക്, സംഗീത ആൻഡ് അവിനാഷ്. ഈ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നന്ദി. നിങ്ങൾ നിങ്ങളുടെ പിച്ചിനായി തയ്യാറാണോ? യെസ്, യെസ്. ഗുഡ് ലക്ക്. താങ്ക് യു. നമസ്കാരം ടൈറ്റൻസ്. ഞാൻ നിങ്ങളുടെ ആദ്യം ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കാം. നമ്മുടെ സമൂഹത്തിൽ ഒരു തരത്തിലുമുള്ള പക്ഷഭേദങ്ങൾ ഉണ്ടാവരുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? തീർച്ചയായും. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ചില നല്ല കാര്യങ്ങളോട് നമുക്ക് ചില പക്ഷഭേദങ്ങൾ ഉണ്ടാകും. നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഡ്രൈ ഫ്രൂട്ട്സ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, അങ്ങനെ എന്തെങ്കിലും അത് നടക്കുന്ന കാര്യമാണ്. നല്ല ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി മഞ്ഞള്, തുളസി, അശ്വഗന്ധ എന്നിവ സേവിക്കുക, അതും നല്ല കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സിനെ നമുക്ക് ഓർമ്മ വന്നു വരും. അതുപോലെ നമ്മുടെ ഉത്സവങ്ങളില്, ആഘോഷങ്ങളില് ഈ ഡ്രൈ ഫ്രൂട്ട്സിനെയൊക്കെ നമ്മൾ കളിയാക്കുകയും ചെയ്യും. ഇതെന്തായാലും തെറ്റല്ലേ ടൈറ്റൻസ്? അപ്പൊ പിന്നെ ഇതൊരു വേർതിരിവല്ലെങ്കിൽ പിന്നെ വേറെ എന്താണ്? ടൈറ്റൻസ്, നമ്മുടെ ശരീരം ഒരു രാജ്യം പോലെയാണ്. എല്ലാ രാജ്യവും അവരുടെ ആർമിയെ മെയിൻറ്റെയിൻഡ് ആൻഡ് അപ്ഡേറ്റഡ് ആയി വെക്കും, റൈറ്റ്? ഈ പറയുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറും അങ്ങനെ തന്നെയാണ്. അതിനെ എപ്പോഴും മെയിൻറ്റെയിനും അപ്ഡേറ്റഡുമായി വെക്കണം. കാരണം പുറത്തു നിന്നും എന്തെങ്കിലും ഇൻഫെക്ഷൻ വരുമ്പോൾ അതിനെ നേരിടാൻ തക്കവണ്ണം റെഡിയായി വെക്കണം. ടൈറ്റൻസ്, ഇതിൽ വളച്ചുകെട്ടൊന്നുമില്ല, നിങ്ങൾക്ക് പ്രയോജനമുള്ളതുമാണ്. എങ്കിൽ പോലും നിങ്ങൾ ഈ വേരും വള്ളിയും ഒന്നും ഡെയിലി ഉപയോഗിച്ചുകൊള്ളണമെന്നില്ല, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഔഷധ ചെടികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ വേണ്ടിയാണ്. ഞാൻ സംഗീത. ഞാൻ അഭിഷേക്. ഞാൻ അവിനാഷ്. ഇതാ കൊണ്ടുവന്നിരിക്കുന്നു അബീസ്. അബീസ് ഇന്ത്യയിലെ തന്നെ ഒരു നല്ല ചോക്ലേറ്റ് റേഞ്ച് ആയിരിക്കും. ഇതിൽ ഓരോ പാക്കറ്റിലും നിങ്ങൾക്ക് കിട്ടുന്നത് ചോക്ലേറ്റിന്റെ മധുരത്തിനൊപ്പം ഈ ഔഷധ സസ്യങ്ങളുടെ ഗുണവും കൂടിയാണ്. സോ ടൈറ്റൻസ്, ഞങ്ങളുടെ ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് മിഷനിൽ ഞങ്ങളോടൊത്ത് സഹകരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഈ മിഷന് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് 50 lakhs ആണ്, ഫോർ 20% ഈക്വിറ്റി. വളരെ നന്ദി. ഇത് തനിക്കിട്ടുള്ള പണിയാ. യുവർ കിറ്റ്. സംഗീത മാഡം, അപ്പോൾ ചോക്ലേറ്റിലും ഔഷധ സസ്യങ്ങൾ കയറ്റിയല്ലേ? ഇതോടെ ഒരുപാട് പേരുടെ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവും. കാരണം ഈ ചോക്ലേറ്റ് കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ ചെടികളെടുത്ത് അരച്ച് മരുന്നാക്കി കൊടുക്കുക എന്നുള്ളതും അച്ഛനമ്മമാർക്ക് എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ 3 പേരും എങ്ങനെയാണ് ഈ ഒരു മിഷനിൽ ഒന്നിച്ചത്? ഞങ്ങൾ ഒരേ ഫാമിലിയിലുള്ളവരാണ്. ഇതെന്റെ ഹസ്ബൻഡ് അവിനാഷ്, ഇതെന്റെ മകൻ അഭിഷേക്. എന്ന് വെച്ചാൽ മൊത്തം കുടുംബം ഈ മിഷനകത്തുണ്ട്. ഞാനും അത് ആലോചിച്ചത്, 3 ഫൗണ്ടേഴ്സ് ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു ഫൗണ്ടറിന്റെ പേര് മാത്രം പേരിൽ വന്നതെന്ന്. അതെപ്പോഴും മക്കളുടെ പേരിലായിരിക്കുമല്ലോ കമ്പനി പേര്. ഫൗണ്ടറും കൂടിയാണല്ലോ. ഈ ഐഡിയയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ആക്ച്വലി ഞാനൊരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കൺസൾട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹോട്ടലുകളുമായി കണക്റ്റഡുമാണ്. പാൻഡമിക് കാലത്ത് ഞാനും ഇൻഫെക്റ്റഡ് ആയിരുന്നു. ഞാനും അന്ന് ICUവിൽ കിടപ്പായിരുന്നു. അവിടെ വെച്ച് ഞാൻ ഒരുപാട് മോർട്ടാലിറ്റി കണ്ടു. ആക്ച്വലി പറയുകയാണെങ്കിൽ ദാറ്റ് ഹാസ് ഇൻഫെക്റ്റഡ് മൈ പേഴ്സണാലിറ്റി വെരി മച്ച്. ആ ഒരു കാരണം കൊണ്ട് കൂടിയാണ് ഈ വഴിക്ക് ഞാൻ ആലോചിച്ചത്. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം എന്തൊക്കെ ഇൻഫെക്ഷൻ വന്നാലും അല്ലെങ്കിൽ ഏതൊക്കെ തരം രോഗം വന്നാലും അത് നേരിടാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് കുറെ ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെയുമായി ചേർന്ന് ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്തു. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഒരു 5-6 സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷെ ഇനിയും 40ഓളം ഉണ്ട്. എല്ലാം ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ റെഗുലറായിട്ട് ഒരുപാട് കഴിക്കണമെന്നുമില്ല. രാവിലെ ഇതിന്റെ ഒരു 10 ഗ്രാം ചോക്ലേറ്റ് കഴിച്ചാൽ അത് തന്നെ മിക്കവാറും ധാരാളമായിരിക്കും. ആ ദിവസം മുഴുവൻ സെക്യൂർഡ് ആവാൻ അത് മതി. അപ്പോൾ അവിനാഷ് സാർ പറയൂ, നിങ്ങൾ 3 പേരും ഇതിന്റെ ഫൗണ്ടേഴ്സാ. അപ്പോൾ 3 പേരുടെയും റോൾസ് എന്തൊക്കെയാ? ഞാൻ CEO ആണ്. ഞാൻ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ, ഡെസ്പാച്ച്, ക്വാളിറ്റി ഇതൊക്കെ നോക്കുന്നുണ്ട്. ഞാനാണ് ഇതെല്ലാം മൊത്തത്തിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഇന്നിങ്സ് തുടങ്ങാനുള്ള ഐഡിയ എവിടുന്നാ കിട്ടിയത്? എനിക്ക് ഈ വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല.
എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് എന്റെ താല്പര്യം അവസാനം വരെ. സാർ വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലെന്നാണോ അതോ വീട്ടിലിരിക്കാൻ ഇഷ്ടമില്ലെന്നാണോ? സാർ അതിപ്പോ വീട്ടിലിരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ, വീട് മൊത്തം കൂടെ തന്നെ ഉണ്ടല്ലോ. ഇതിപ്പോ 24/7 ആയി. പക്ഷെ പ്രതീക്, ഇവിടെ ഞാൻ മറ്റൊരു കാര്യം ഹൈലൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഫോർ ദ ന്യൂ ബ്രാൻഡ്, അതായത് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്ന അവരുടെ പാക്കിങ്ങും കൺസിസ്റ്റൻസിയും ഒക്കെ നല്ലതാണ്. തോട്ട് ത്രൂ ആണ്, വളരെ തോട്ട് ത്രൂ ആണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും Exactly. കൂടെ എനിക്കത് അറിയാമായിരുന്നു പ്രിയങ്ക മാഡം. ടേസ്റ്റ് ചെയ്യാതെ ആരും സമ്മതിക്കാൻ പോകുന്നില്ലല്ലോ. ആദ്യം അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ടേസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഇതിൽ ഷുഗർ എത്രമാത്രം ഉണ്ട്? ഞാൻ ചോദിക്കാൻ നിന്നതാ. അല്ല, ഇമ്മ്യൂണിറ്റി നോക്കി നോക്കി അവസാനം ഷുഗർ കയറി പോയാലേ. ടൈറ്റൻസ് ഒരു കാര്യം ഡിക്ലെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇത് ഷുഗർലെസ് ഒന്നുമല്ല, വിത്ത് ഷുഗർ തന്നെയാണ്. എനിക്ക് ഈ ബ്രാൻഡ് മെയ്ഡ് വളരെ ഇഷ്ടപ്പെട്ടു. ഇന്ത്യാസ് ഫസ്റ്റ്. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ തന്നെ തുടങ്ങിയ വളരെ നല്ലതാണ്. മാത്രമല്ല ഇവർ ആ കവറിന്റെ പുറത്ത് തന്നെ വളരെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ത്യാസ് നമ്പർ 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ ഏതൊരു ചോക്ലേറ്റ് കവറിലും ഇത് കണ്ടിട്ടില്ല, നിങ്ങളുടെ പാക്കിംഗ് അല്ലാതെ. സോ ഐ കൺഗ്രാറ്റുലേറ്റ് യു ആൻഡ് കോംപ്ലിമെന്റ് യു ഫോർ ഡൂയിങ് ദിസ്. ഏതൊരു ബ്രാൻഡും ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണെങ്കിൽ അതിനോടൊരു ഇമോഷണൽ ബോണ്ടിങ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ഇതിന്റെ എന്തെങ്കിലും പേറ്റന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടോ? പ്രോസസിംഗിലാണ്. ഓ വെരി ഗുഡ്, വെരി വെരി ഗുഡ്. ഈ അബീസിന്റെ മുകളിൽ ഒരു ഷെഫ് ക്യാപ്പ് ഉണ്ട്. എന്താ, നിങ്ങൾ ആക്ച്വലി ഷെഫാണോ? എന്റെ വൈഫ് ഷെഫാണ്. അത് ശരി. അപ്പൊ അവര് ഈ ബിസിനസ്സിൽ ഇൻവോൾവ് ആണ്? ഞങ്ങൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അല്ല, അപ്പൊ അവരിവിടെ വന്നിട്ടുണ്ടോ? എന്നാ അവരെ വിളിക്കൂ, അവരിപ്പോ തന്നെ ടീമിൽ ഇൻവോൾവ് ആവട്ടെ. അപ്പോ മാഡം, നിങ്ങൾ എപ്പോഴാണ് ഇവരുടെ ടീമിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത്? കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ ഇവരുടെ പുറകെയാണോ അല്ല ഇവര് നിങ്ങളുടെ പുറകെയാണോ? രണ്ടുപേരും രണ്ടുപേരും അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. പുറകെ. അപ്പോ സംഗതി ഏൽക്കുകയാണെങ്കിൽ എന്തായാലും ടീമിൽ ഉണ്ടാവും. അപ്പോ ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ടേസ്റ്റ് ഏതാ? മഞ്ഞൾ. സാർ, അപ്പോ നിങ്ങൾ ഏതാ ടേസ്റ്റ് ചെയ്തത്? മഞ്ഞൾ. ഇത് വളരെ നന്നായിട്ടുണ്ട്. ഷുഗർ കണ്ടന്റ് കുറച്ച് അധികമായിട്ട് തോന്നി, ബട്ട് അതർവൈസ് ലുക്ക് ആൻഡ് ഫീൽ, പിന്നെ പ്രോഡക്റ്റിന്റെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടല്ലോ, അതിന് മഞ്ഞൾ ഇതിനകത്തുണ്ടെന്നുള്ളത് വിസിബിൾ ആണ്. അപ്പൊ ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ് എന്ന് വെച്ചാൽ ഈ പാലും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് അതെ, പാലും മഞ്ഞളും ആ കോൺസെപ്റ്റ് ഇതിൽ ഈ ചേർത്തേ ഉള്ളൂ. ഗുൽക്കണിലെ ചോക്ലേറ്റിന്റെ ടേസ്റ്റ് കൂടുതലും ഗുൽക്കണിന്റെ ടേസ്റ്റ് കുറവാണ്. ഇതില് തുളസിയുടെയും കുറെ അംശം ഉണ്ടാവും. അതുകൊണ്ട് അതിന്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് കുറച്ച് കുറവായിരിക്കും. പക്ഷെ അതിന്റെ എഫിക്കസി കൂടുതലായിരിക്കും. ഗുൽക്കന്ത് ഫ്ലേവറിലുള്ള ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഗുൽക്കന്ത് ആണെങ്കിൽ അതിന്റെ ടേസ്റ്റ് കൂടുതൽ വന്നേനെ. നിങ്ങൾ ഇതില് ഇൻഡസ്ട്രി ഗ്രേഡ് ചോക്ലേറ്റ് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? സാർ, അത് പിന്നെ ഇതിലുള്ള ഈ കോമ്പോണന്റ് ഞങ്ങള് ഒരു ബ്രാൻഡ് ഉണ്ട്, അതിൽ നിന്ന് ഞങ്ങൾ എടുക്കുകയാണ്. ഐ തിങ്ക് ഈ ഷുഗർ കണ്ടന്റ് അതിന്റെ കാര്യത്തിൽ ഇപ്പൊ കൺസ്യൂമേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ കൂടി വരുന്ന കൺസ്യൂമേഴ്സ് ഷുഗർ ഫ്രീ, ലെസ് ഷുഗർ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ തിങ്ക് ആ ഒരു കാര്യത്തിൽ ചിലപ്പോ സോൾവ് ചെയ്യായിരിക്കും നല്ലത്. ശരി, അപ്പോൾ ബിസിനസിന്റെ കാര്യം നമുക്ക് ടൈറ്റൻസിന് വിടാം. ഗുഡ് ലക്ക് ഗൈസ്. താങ്ക് യു. നിങ്ങൾ 2021 തുടങ്ങിയതല്ലേ? അപ്പൊ പിന്നെ 3 വർഷമായിരിക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ ബിസിനസിന്റെ സ്കെയിൽ എത്രയാണ്? എങ്ങനെയാണ് ഇതിപ്പോ ഗ്രോ ചെയ്യുന്നത്? ഞങ്ങളിപ്പോ ഒരു സിംഗിൾ കൗണ്ടർ സെയിലാ ചെയ്യുന്നത്. നിങ്ങളുടെ സ്വന്തം സ്റ്റോറാ? ആ, ഞങ്ങൾ സ്വന്തം സ്റ്റോർ. ഈ സ്റ്റോർ എവിടെയുള്ളത്? ഓക്കെ. സർപ്രൈസിംഗ്ലി ആളുകൾ ഇത് വളരെ നല്ല രീതിയിലാണ് അക്സെപ്റ്റ് ചെയ്തത്. പിന്നീട് റിപ്പീറ്റ് പർച്ചേസ് റേഷ്യോ നോക്കിയാൽ 60% ഉണ്ട്. എത്ര മാസത്തിന് ശേഷം ഈ റിപ്പീറ്റ് വാല്യൂ 60% വരുന്നേ? 10-15 ദിവസത്തിനുള്ളിൽ വന്നു പോകുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കപ്പാസിറ്റി കുറച്ച് കുറവാണ്, അതുകൊണ്ട് തന്നെ അവര് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കും. അല്ല, നിങ്ങളുടെ കപ്പാസിറ്റി എന്തുകൊണ്ടാ കുറഞ്ഞ? ഐ ആം സോ സോറി. ഹാൻഡ് മോൾഡിംഗ് യൂണിറ്റാണ് ഞങ്ങൾക്കുള്ളത്. ഓ, അത് ശരി. പിന്നെ ഇപ്പോ സ്കെയിലപ്പിന് വേണ്ടി ഞങ്ങള് മെക്കനൈസേഷന് പോവുകയാണ്. ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റിന് വലിയ മാർക്കറ്റ് ഒക്കെ ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെ ആവുന്ന എനിക്ക് തോന്നുന്നത്. നാസിക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ മാൻ പവർ കൂട്ടി പ്രൊഡക്ഷൻ കൂട്ടാന്നുള്ളതല്ലേ ഉള്ളൂ. മാത്രമല്ല അതിന്റെ പുറത്ത് തന്നെ ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ് എന്ന് എഴുതിക്കോളൂ. ലോകമെമ്പാടും ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ഗുഡ്സിന് വളരെ റേറ്റ് കൂടുതലാണ്. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾക്ക് ഇത് ലക്ഷറി സെഗ്മെന്റിലും വിൽക്കാൻ കഴിയും, മെഷീൻ മെയ്ഡിനെ അപേക്ഷിച്ച്. സെയിൽ ഇപ്പൊ എത്ര നടക്കുന്നുണ്ട്? മാസത്തെ ആയിക്കോട്ടെ, ഒരു വർഷത്തെ ആയിക്കോട്ടെ, സെയിൽ എത്ര നടക്കുന്നുണ്ട്? ഒരു മാസത്തെ സെയിൽ ഏതാണ്ട് 2 ലക്ഷത്തിന്റെ അടുത്തൊക്കെ ഉണ്ട്. അത് ഒരു കടയിൽ നിന്ന്? അതെ, ഒരു കടയിൽ. പിന്നെ നിങ്ങൾ ഓൺലൈനിൽ പ്രൊഡക്റ്റ് ബൂസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം ആലോചിച്ചിട്ടേ ഇല്ല? 2 മാസം മുമ്പാണ് സാർ ഞങ്ങൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തത്. ഓക്കെ. ആൻഡ് വി ആർ ഇൻ പ്രോസസ് ഓഫ് രജിസ്റ്ററി. ഈ ആമസോൺ, ബ്ലിങ്കിറ്റ് അതിലെല്ലാം പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ വൈഫും കൂടെ ബിസിനസ്സിലേക്ക് വന്നാൽ ഇതെല്ലാം നടക്കും. അപ്പൊ നിങ്ങൾ വരില്ലേ മാഡം? നിങ്ങളിപ്പോ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ഓരോ ഇൻഗ്രീഡിയന്റിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്.
നിങ്ങളുടെ ആ ഒരു പാക്കിങ്ങില് ആ ഒരു പ്രാധാന്യം എവിടെയും കണ്ടില്ല എന്നുള്ളതാണ്. അതായത് ഓരോ ഇൻഗ്രീഡിയന്റിന്റെയും യൂസ് എന്താണ്. സാർ, അതിന്റെ പുറകിലുണ്ട് സാർ. ബാക്കിലുണ്ട്. പക്ഷെ ഏറ്റവും അവസാനമല്ലാതെ കസ്റ്റമർ കാണുന്നുള്ളൂ. അവര് പറയുന്നത് ശരിയാണ്. ഇത് ഞാൻ മാർക്കറ്റിൽ വാങ്ങുകയാണെങ്കിൽ അഥവാ നിങ്ങളുടെ സ്റ്റോറിൽ ഞാൻ എത്രയ്ക്ക് വാങ്ങേണ്ടി വരും? 120 രൂപയാണ് MRP. ശരി, അപ്പോൾ നോർമൽ ചോക്ലേറ്റിന്റെ വില എത്രയാണ് എന്നൊന്ന് പറയാമോ? ഐ തിങ്ക് ഒരു 50 ഒക്കെ കാണുമായിരിക്കും. ഈ ചോക്ലേറ്റിന് എന്താ ഇത്രയും വില ഈടാക്കുന്നത്? ഇതിൽ ഞങ്ങള് 40% ഡാർക്ക് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കോസ്റ്റ് കുറച്ച് കൂടുതലാണ്. പക്ഷെ അത് ഇതിൽ എഴുതിയിട്ടില്ലല്ലോ ഡാർക്ക് ചോക്ലേറ്റ്. അപ്പോ അതും പാക്കറ്റിൽ എഴുതേണ്ടത് ആവശ്യമാണ്. കാരണം ഡാർക്ക് ചോക്ലേറ്റിന്റെ ഡിമാൻഡ് മാർക്കറ്റിൽ കൂടിക്കൊണ്ട് വരിക. അതെ, കൂടി വരികയാണ്. യെസ്. നാസിക്കിൽ ഇപ്പൊ നന്നായിട്ട് പോകുന്നുണ്ടല്ലോ, അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് കൂടെ നോക്കാം. ഓക്കെ, എന്നാ പിന്നെ മാർക്കറ്റ് ഡിമാൻഡ് നോക്കാം. നമുക്കിവിടെ കുറച്ച് ഓഡിയൻസ് ഉണ്ട്. അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിലൂടെ മാർക്കറ്റ് ഡിമാൻഡ് എത്രയുണ്ടെന്ന് പറയും. അപ്പോൾ പറയൂ, നിങ്ങളുടെ ഒരു കാൽക്കുലേഷനിൽ മാർക്കറ്റ് ഡിമാൻഡ് എത്രമാത്രം ഉണ്ട്? യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നിങ്ങൾ നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് ഒന്നുകൂടി പറയൂ, ബാക്കി എന്നിട്ട് നമുക്ക് നോക്കാം. 50 lakhs for 20% equity. അപ്പോൾ പറയൂ ടൈറ്റൻസ്, ഈ ആയുർവേദിക് ബ്രാൻഡുമായിട്ട് കൈകൊടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ഈ ഒരു സ്കെയിൽ ഉണ്ടല്ലോ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഏളിയാണ്. ആൻഡ് ഇതിൽ എത്രമാത്രം ഇനി സ്കെയിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതിലെനിക്കിപ്പോൾ അത്ര എക്സ്പേർട്ടീസ് ഇല്ല. അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. Thank you. ബട്ട് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. Okay. മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടുന്ന് എന്ത് ഹെൽപ്പാണ് വേണ്ടത് അത് ചെയ്യാൻ ഇവിടുത്തെ എല്ലാ ടൈറ്റൻസും എപ്പോഴും റെഡി ആയിരിക്കും. താങ്ക് യു പ്രിയങ്ക. ജിമ്മി, നിങ്ങളോ? കോൺസെപ്റ്റ് വൈസ് എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞ ഷുഗറിന്റെയും മറ്റ് 2-3 കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ Yes, sir. ഞാനിതിൽ കൺസംഷൻ ആസ് എ ക്ലയന്റിന് തയ്യാറാണ്. ഓക്കെ, സന്ദേശ് സാർ നിങ്ങളോ? എനിക്കൊരു കസ്റ്റമർ മൈൻഡ് ബാരിയർ ഉണ്ടല്ലോ. വലിയ തോതിൽ ഈ പ്രോഡക്റ്റിന്റെ അഡാപ്റ്റബിലിറ്റി എനിക്ക് ഒരു ഭാരമായി തോന്നുന്നു. അഥവാ നിങ്ങളിതൊന്ന് റീവർക്ക് ചെയ്താൽ, അതായത് ജിമ്മിന്റെ ഐഡിയ പ്രകാരം നിങ്ങളിത് ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം ഈ പ്ലാറ്റ്ഫോമിൽ വെച്ച് വീണ്ടും കാണാം. പക്ഷേ ഇന്ന് നിങ്ങളുമായി പങ്കുചേരാൻ എനിക്കാവില്ല. ഓക്കെ. അർജുൻ, നിങ്ങൾ എന്ത് പറയുന്നു? ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ നിങ്ങൾ തിരിച്ചു വരികയാണെങ്കിൽ പുതിയ രൂപത്തിൽ പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് ഇവരെല്ലാവരും ജോയിൻ ചെയ്ത് എന്നിട്ട് ഇവിടെ പിച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എന്തായാലും ആഗ്രഹിക്കുന്നില്ല. ശരി. ഓക്കെ, താങ്ക്സ്. തീർച്ചയായും ഈ ഹെൽത്ത് ബെനിഫിറ്റിന്റെ കാര്യം പറയുമ്പോൾ ഷുഗർ കണ്ടന്റ് കുറയ്ക്കുകയാണെങ്കിൽ, അതുപോലെ അതിന്റെ പാക്കേജിംഗ് സിംഗിൾ പീസോ അല്ലെങ്കിൽ യൂസ് ചെയ്ത സിനാരിയോ ഒക്കെ ചെയ്തിട്ട് അടുത്ത തവണ കാണാം. അപ്പോഴേക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ടാകും. ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ് കിട്ടും, സിംഗിൾ പീസ് ആയിരിക്കും, അപ്പോൾ അത്യാവശ്യം ബെനിഫിറ്റും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കൈതരാൻ കഴിയില്ല. Thank you. എന്തായാലും നിങ്ങളുടെ സ്വപ്നം വലിയൊരു യാഥാർത്ഥ്യമായി മാറട്ടെ. നിങ്ങളുടെ ഈ ഐഡിയ വലിയൊരു ബിസിനസ്സായി മാറട്ടെ. എന്നിട്ട് ഇതേപോലെ തന്നെ വീണ്ടും ഒരിക്കൽ കൂടി വേദിയിലേക്ക് വരണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടിയ നമ്പറുമായിട്ട്, കൂടുതൽ ബിസിനസ്സുമായിട്ട്. അപ്പോൾ നമ്മുടെ ടൈറ്റൻസ് നിങ്ങളുമായിട്ട് കൈകോർക്കും. താങ്ക് യു അഭിഷേക്. താങ്ക് യു. നമ്മുടെ നാട്ടിൽ നമുക്ക് വേൾഡ് കപ്പും വേണം, അതുപോലെ ഒളിമ്പിക്സിൽ മെഡലും വേണം. പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ കളിക്കാർക്ക് വേണ്ടി വരുന്ന അധ്വാനം, ട്രെയിനിങ്, അതുപോലെ അവരനുഭവിക്കുന്ന വേദന, ഇതൊന്നും ആരും അന്വേഷിക്കാറില്ല. പക്ഷേ നമ്മുടെ അടുത്ത ഐഡിയ ബാസ് ഉണ്ടല്ലോ, അവർ ഈ വേദന കണ്ടിട്ടുമുണ്ട്, തീരുമാനം എടുത്തിട്ടുമുണ്ട്. ഇനി കളിക്കാർക്ക് ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാവില്ല. നിറഞ്ഞ കൈയടികളോടെ സ്വാഗതം ചെയ്യാം വിക്രം ആൻഡ് മുനീഷ്. വിക്രം ആൻഡ് മുനീഷ്, ഞങ്ങളുടെ വേദിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. താങ്ക് യു വെരി മച്ച്. ഐ ക്യാൻ സീ ദാറ്റ് യു ഗൈസ് ആർ വെരി ഫിറ്റ്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. ഞാൻ സാറിനെ ശ്രദ്ധിക്കാറുണ്ട്. സാർ അങ്ങനെയാ, വളരെ ഫിറ്റ് ആണ്. താങ്ക് യു. ഇതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് എന്തായാലും അറിയണം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും കോ ഫൗണ്ടേഴ്സ് ആണോ? അതെ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയാ? ഐ മീൻ ഫ്രണ്ട്ഷിപ്പ് ആണോ? നിങ്ങളുടെ ഈ കോ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള യാത്ര എങ്ങനെ തുടങ്ങി? ഈ ബന്ധം ഫ്രണ്ട്ഷിപ്പിലേക്കും പിന്നെ ബിസിനസ്സിലേക്കും വളർന്നതാണ്. അങ്ങനെയുള്ള ബന്ധം എന്താണ്? ആക്ച്വലി ഇദ്ദേഹം എന്റെ സിസ്റ്റർ ഇൻ ലോയുടെ ഹസ്ബൻഡ് ആണ്. അപ്പോ അങ്ങനെ ഒരു റിലേഷൻ കൂടി ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ നിങ്ങൾ പരസ്പരം അളിയന്മാരാണ്. പിന്നെ എത്ര വർഷമായി നിങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞങ്ങളുടെ ഈ കമ്പനി ഒരു 2023 മിഡിലാണ് തുടങ്ങിയത്. പിന്നെ 24 ഏപ്രിലോടുകൂടിയാണ് ഞങ്ങളുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തുന്നത്. മാർക്കറ്റിൽ. അതെ.
ഗുഡ് ലക്ക്. താങ്ക് യു സർ. ടൈറ്റൻസ്, ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു പഴഞ്ചൊല്ല് ഓർമ്മയുണ്ട്. ഗുഡ് ഫിറ്റ്നസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീയിങ് ബെറ്റർ ദാൻ സംബഡി എൽസ്, ഇറ്റ് ഈസ് ആക്ച്വലി അബൌട്ട് ബീയിങ് ബെറ്റർ ദാൻ യുവർ സെൽഫ് ഫ്രം യെസ്റ്റർഡേ. മാത്രമല്ല, ഈ നല്ല ഫിറ്റ്നസിന് വേണ്ടി നമ്മൾ എന്തൊക്കെയാ ചെയ്യാറുള്ളത്? വില പിടിച്ച ഷൂസ്, വീട്ടിൽ ചവർ പോലെ കിടക്കുന്ന പ്രോട്ടീൻ ജ്യൂസ്, പിന്നെ ജിം മെമ്പർഷിപ്പും അല്ലേ? പിന്നെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു വസ്തുവുണ്ട്, പക്ഷെ നമ്മൾ ആരും തന്നെ അക്കാര്യം ശ്രദ്ധിക്കാറില്ല. ആൻഡ് ദാറ്റ് ഈസ് റിക്കവറി ആൻഡ് റിലീഫ്. നിങ്ങൾ ബോക്സിംഗ് കണ്ടു കാണുമല്ലോ. ബോക്സിംഗിന്റെ 2 റൗണ്ട്സിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടും. ഇപ്പൊ ആലോചിച്ച് നോക്കൂ, നാളെ ആ ഗ്യാപ്പ് ഇല്ലാതാവുകയാണെങ്കിലോ? ഈ ബോക്സർ ഇടികൊണ്ട് വീഴുന്നതിന് മുന്നേ അവിടെ കിടന്നിട്ടുണ്ടാവും. റിക്കവറിയും ഇതുപോലെ തന്നെയാണ്. ഇറ്റ് ആക്ച്വലി ഹെൽപ്സ് യു തിരിച്ചു വരാനും നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാനും സഹായിക്കുന്നു. സോ ടൈറ്റൻസ്, ഐ ആം വിക്രം ആൻഡ് ദിസ് ഈസ് മൈ കോ ഫൗണ്ടർ മുനീഷ്. ഞങ്ങൾ രണ്ടുപേരും ഫിറ്റ്നസിന്റെയും സ്പോർട്സിന്റെയും പ്രാന്തന്മാരാ. അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നു അക്വാഫിറ്റ്. ഇത് ഇന്ത്യയുടെ ഫസ്റ്റ് സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് റിക്കവറി ആൻഡ് റിലീഫ് ബ്രാൻഡാണ്. ഇത് വളരെ സ്പെഷ്യലായി സ്പോർട്സ് കമ്മ്യൂണിറ്റിക്കും അത്ലറ്റ്സിനും വേണ്ടി ഉണ്ടാക്കിയതാണ്. ടൈറ്റൻസ്, ഈ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച ലക്ഷ്യമേ ഉള്ളൂ. നിങ്ങളുടെ ഫിറ്റ്നസിന്റെ വഴിയിൽ വരുന്ന ഏത് തടസ്സത്തെയും ഇല്ലാതാക്കുക. അത് മാത്രമാണ് ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ പ്രോഡക്റ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ബേസ്ഡ് പ്രോഡക്റ്റ് ആണ്. ടോപ്പിക്കലുമാണ്, വളരെ എഫക്റ്റീവുമാണ്. നിങ്ങളിപ്പോ പന്ത് കളിക്കുന്നു, അതിന്റെ ഇമ്പാക്ട് കൊണ്ട് കുറച്ച് വേദന ഉണ്ടാവുന്നു എന്ന് വെച്ച് വീണു പോകരുത്. കാരണം അപ്പിയർ ഫിറ്റിന്റെ ട്രയൽ സ്പ്രേ നിങ്ങളെ വേദനയിൽ നിന്ന് പെട്ടെന്ന് മുക്തനാക്കും. എന്നിട്ട് എന്ത് പറയും? ഗെറ്റ് ബാക്ക് ഇൻ യുവർ ഗെയിം. നിങ്ങളിപ്പോ ഗെയിം കളിച്ചു, എക്സസൈസ് ചെയ്തു, അതൊക്കെ കഴിഞ്ഞിനി നിങ്ങൾക്ക് കൂൾ ഡൗൺ ചെയ്യേണ്ട സമയമാണ് വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങൾ നിങ്ങളുടെ മസിലിനോട് എന്ത് പറയണം? ഇനി നിൽക്കേണ്ട കാര്യമില്ല. കാരണം അപ്പിയർ ഫിറ്റിന്റെ ക്രയോജെല്ലുണ്ട്, അതിനുള്ളിൽ മെന്തോൾ ഉണ്ട്, അതുപോലെ മഞ്ഞളിന്റെ ഗുണങ്ങളുമുണ്ട്. അത് നിങ്ങളെ കൂൾ ഡൗൺ ആക്കുന്നതിൽ വളരെയധികം സഹായിക്കും. ഇന്നലെ നിങ്ങളുടെ എക്സസൈസിന്റെ ലിമിറ്റ് കുറച്ച് കൂടിപ്പോയോ? ഇന്ന് നിങ്ങളുടെ മസിൽസ് പിടിച്ചിരിക്കുകയാണ്. നിങ്ങളാണെങ്കിൽ കൺഫ്യൂസ്ഡുമാണ്. അതായത് ഇന്ന് ഞാൻ ഇനി എക്സസൈസ് ചെയ്യണോ അതോ വേണ്ടയോ? പക്ഷെ ഒരിക്കലും തളരരുത്. കാരണം അപ്പിയർ ഫിറ്റിന്റെ തെർമോ ജെൽ തന്നോടൊപ്പം ഗന്ധതൈലത്തിന്റെ ബെനിഫിറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ സോർനെസ് എല്ലാം അകറ്റി നിങ്ങൾ ഇന്നലെ എങ്ങനെയാണോ എക്സസൈസ് ചെയ്തത് അതുപോലെ ഇന്നും ചെയ്യിപ്പിക്കും. സോ ടൈറ്റൻസ്, പ്രോഡക്ട്സിനെ കുറിച്ച് വാതോരാതെ കുറെ പറഞ്ഞു. പക്ഷെ പ്രോഡക്റ്റ് എവിടെയെന്നാവും നിങ്ങൾ ആലോചിക്കുന്നത്. അതെന്താന്ന് വെച്ചാലേ, ഞങ്ങളുടെ കയ്യിലുള്ള ഈ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അത് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ഇല്ലാതെ എങ്ങോട്ടും പോവാറില്ല. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡർ ആണെങ്കിൽ ഒരു വിശിഷ്ട വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ അസാമാന്യമായ ഫീൽഡിംഗിന്റെ പേരിലായിരിക്കും നിങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നത്. അമേസിംഗ് ക്യാച്ചസിന്റെ പേരിൽ, അതുപോലെ NC വേൾഡ് കപ്പിലെ റൺഔട്ട് ഓർമ്മയുണ്ടാവുമല്ലോ. ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന അപ്ലിയോഫിറ്റ്സിന്റെ പ്രോഡക്ട്സും അതിന്റെ ബ്രാൻഡ് അംബാസിഡറെയും. നമസ്കാരം, നമസ്കാരം എവ്രിവൺ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ജോണ്ടി. ബട്ട് ഐ ഗൈസ് എവറിബഡി, എല്ലാവർക്കും മുമ്പേ അറിയാമായിരിക്കും. ഞാനൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ്. വളരെ റിസ്ക്കായ ക്യാച്ച് എല്ലാം എടുക്കുന്ന ഒരാളാണ്. ഞാനൊരു കാര്യം പറയാം ടൈറ്റൻസ്. ഇന്ന് ഈ ഫൗണ്ടേഴ്സിന്റെ, ഞങ്ങളുടെ പ്രോഡക്ട്സിന്റെ, ഞങ്ങളുടെ സംസാരം നിങ്ങൾക്ക് വളരെ ഈസി ക്യാച്ച് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. Come on, let's go. The ball is now in your court. Thank you. Thank you. Jonty, welcome to the show. Thank you. How did you get associated with the brand? ഞാനൊരു ഇന്റർനാഷണൽ T20 ടൂർണമെന്റിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ആം സ്ട്രീവ്സിലും കാവ്സിലും കുറച്ച് സ്ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ ടൈമിംഗ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ ആ 2 ജെന്റിൽമാനെ കണ്ടത്. അവരുടെ പ്രോഡക്റ്റ് അവർ കാണിച്ചു. ഉടൻ തന്നെ അത് മേടിച്ച് യൂസ് ചെയ്തു. അതൊരു ഗ്രേറ്റ് സ്റ്റോറി ആയിരുന്നു. ആൻഡ് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊരു കാര്യത്തിൽ ഞാൻ വലിയ ഫാനാണ്. അതിൽ പ്രധാനം ഈ സാങ്സ്, ബാക്കിംഗ് അപ്പ്, റിയൽ ക്വാളിറ്റി പ്രോഡക്റ്റ്. ആക്ച്വലി എനിക്ക് 15 years old സൺ ഉണ്ട്. അവന്റെ നീൽ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. ആൻഡ് അവനും ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ പെർസ്പെക്റ്റീവില് ഒരു ഫാമിലി ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ചേർന്നിരിക്കും. So Titans, we already have a user here. As you said, backed by science ആണ്. This category is very functional category. What is the significance of integrating Ayurveda? അല്ലല്ല, ഒരു മിനിറ്റ് പ്രിയങ്ക മാഡം. നിങ്ങളുടെ ഈ ചോദ്യവും പിന്നെ ബിസിനസിന്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷേ സാക്ഷാൽ ജോണ്ടി റോഡ്സ് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. Okay. Because he is that iconic runout. He is known to the world. Are we gonna see it? Yeah. What? Can you just show it here? Yeah, can we see it here? Okay, no problem. Yeah.
പ്രഷ്യസ് ആർമി. Now, John D, you try. Okay, John D, let's get it. ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? ജോൺ ഡി, ജോൺ അത് ഡി. അത്രേ ഉള്ളൂ. ഞാൻ തന്നെ ഇട്ടിട്ട് ഞാൻ തന്നെ അടിച്ചു. ഇൻസുമാമൻ എങ്ങനെയാണ് റൺഔട്ട് ചെയ്തത് വേൾഡ് കപ്പില്? Thank you very much for doing this with us and being here on the stage. Thank you. Bye. See you later. Thank Thanks you, everybody. John D. Thank you very much. ഓക്കെ, എന്നാൽ നമുക്ക് ഇനി ബിസിനസിന്റെ കാര്യം തുടങ്ങാം. Can we see the products? Yes, sure. എന്തായാലും നിങ്ങളുടെ കവറിംഗ് വളരെ നന്നായിട്ടുണ്ട്. Okay. പാക്കേജിംഗും കൊള്ളാം. Okay. ഗുഡ് ജോബ്. ദിസ് ഇസ് ഗുഡ്. ആക്ച്വലി പ്രോഡക്റ്റ് ഞാൻ നോക്കുന്നുണ്ട്, പക്ഷെ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് സിംഗിൾ ലൈനിൽ നിങ്ങളുടെ പ്രൊപ്പോസിഷൻ എന്താണ്? ഈസ് ഇറ്റ് സയൻസ് ഓർ ഈസ് ഇറ്റ് ആയുർവേദ? പിന്നെ ആയുർവേദത്തിന്റെ എന്ത് സിഗ്നിഫിക്കൻസ് ആണ് ഈ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോയിലുള്ളത്? ഒന്ന് പറഞ്ഞു തരുമോ? ഞങ്ങളുടെ ഒരു പ്രൊപ്പോസിഷൻ അത് ഞങ്ങളുടെ പിച്ചിൽ പറഞ്ഞു തന്നെയാണ്. ടു അൺസ്റ്റോപ്പ് ദി പീപ്പിൾ ഹൂ വുഡ് ലൈക്ക് ടു ലീഡ് ആൻ ആക്റ്റീവ് ലൈഫ്. അതിനുവേണ്ടി ഞങ്ങൾ വെറും ആയുർവേദം മാത്രമല്ല, അതിനോടൊപ്പമുള്ള റൈറ്റ് മിക്സേഴ്സും ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിനും അതുപോലെ ഇന്ത്യൻ റിക്വയർമെന്റിനും അനുസരിച്ചുള്ളതാണ്. അത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആയുർവേദയുടെ ഒരു പാർട്ട് ഉണ്ടല്ലോ, അത് ഞങ്ങൾ സ്ട്രെങ്തൻ ചെയ്തതാണ്. ബാക്കിയുള്ള സർഫക്റ്റൻസ്, ഇമറ്റൻസ് അതെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്ക് വേണ്ടി മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രൊപ്പോസിഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സ്പോർട്സ് ഉണ്ടല്ലോ, ഇതിന്റെ മാർക്കറ്റിൽ നിങ്ങൾ ഇതിൻ്റെതായിട്ടുള്ള റിക്കവറി പെർഫോമൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടല്ലോ. ഇതിന്റെ മാർക്കറ്റ് സൈസ് എത്രയാണെന്ന് അറിയാമോ? ഡീകാത്തലോൺ വളരെ വലിയൊരു സ്പോർട്സ് റീറ്റെയിൽ ചെയിനാണ്. കഴിഞ്ഞ വർഷം 5000 കോടിയാണ് അവർ ക്രോസ് ചെയ്തിരിക്കുന്നത്. അതും എല്ലാ നഗരത്തിലൊന്നുമല്ല, അതായത് എണ്ണപ്പെട്ട രാജ്യങ്ങളിൽ 25 സിറ്റികളിൽ നിന്ന് മാത്രം. അപ്പോൾ ഡീകാത്തലോൺ 5000 കോടി കിട്ടുന്നുണ്ടെങ്കിൽ കാരണം എന്താ? 1.5 കോടി നാട്ടുകാർ നമ്മുടെ രാജ്യത്ത് അവർ ജിമ്മിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അടുത്ത 5 വർഷത്തിനുള്ളിൽ 2.5 കോടി ആയിരിക്കും. 3.5 to 4 കോടി വരെ വരാനുള്ളതാ. സോ അർജുൻ സാർ, നമ്മളെ സംബന്ധിച്ച് ഇത് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഇതിന് മാറി നിൽക്കാൻ പോകുന്നുള്ളൂ. നിങ്ങൾ പറഞ്ഞതുപോലെ ഫിറ്റ്നസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേര് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതല്ലാതെ പ്രൊഫഷണൽസ് ഉണ്ടല്ലോ, ഇപ്പോൾ പ്രൊഫഷണൽ അത്ലറ്റുകൾ, അതെങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? അതിന്റെ ഫീഡ്ബാക്ക് എന്താണ്? ജോൺ ഡി റോഡ് സാർ കഴിഞ്ഞ 3 മാസമായിട്ട് ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനു മുമ്പ് കുറെ ഫുട്ബോൾ ടീമുകൾ, റണ്ണിംഗ് ട്രൂപ്പുകൾ അവരൊക്കെ ആയിട്ട് സഹകരിച്ചിട്ടുണ്ട്. അവരുടെ ഫീഡ്ബാക്ക് പ്രോഡക്റ്റ് ഡെവലപ്മെന്റിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊരു പർട്ടിക്കുലർ എക്സാമ്പിൾ ഞാൻ പറയാം. അത് നേരത്തെ മുനീഷും പറഞ്ഞിരുന്നതാണ്. ഞങ്ങളുടെ ജെൽ വളരെ നല്ലതാണ്, വളരെ എഫക്റ്റീവുമാണ്. പക്ഷെ ആ ജെൽ ഫുട്ബോളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ പെട്ടെന്ന് വിയർപ്പ് വരും. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി ഈ ജെല്ലിന്റെ തിക്നെസ് ഉണ്ടല്ലോ, കാരണം അത് കുറച്ചുകൂടെ വേണം. ഈ വിയർപ്പ് കാരണം അത് സ്ലിപ്പായി പോവാണ്. മുനീഷിന്റെ എക്സ്പെർട്ടൈസ് കാരണം ആ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് 3 മാസം കൊണ്ട് ടേൺ ഓവർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഓരോരുത്തർക്കും എന്താണ് ആവശ്യമുള്ളത് അതൊക്കെ ഞങ്ങൾ ഈ പ്രോഡക്റ്റിൽ കൊണ്ടുവരാൻ നോക്കി. അതിനുശേഷം പ്രോഡക്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അതായത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രോഡക്റ്റ് യൂസ്ഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങളുടെ ഈ പ്രോഡക്ട്സ് ഉണ്ടല്ലോ, ഇത് സൂപ്പർഫിഷ്യലി പെയിൻ റിലീഫ് തരുന്നതാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റൂട്ട് കോഴ്സിനെ സോൾവ് ചെയ്യുന്നതാണോ? അനുപം സാർ, താങ്ക് യു. സാർ ഇപ്പൊ ചോദിച്ച ഈ പോയിന്റ് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റും. പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് അവരുടെ ഫിസിക്കലി ഫിറ്റ് ആയിട്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ നല്ല ധാരണയുണ്ട്. ക്യൂർ വരെ ഒന്നും പോകണ്ട, പ്രിവെൻഷന്റെ തീരത്ത് വെച്ച് തന്നെ എനിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യണം. അവിടെയാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ്. ഇതില് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മെന്തോൾ ഉണ്ട്, വിന്റർ ഗ്രീൻ ഉണ്ട്. ഇത് നിങ്ങളുടെ സ്കിന്നിനകത്ത് സെപ്റ്റോട്ടേനിയസ് അബ്സോർഷൻ നടത്തുന്നു. അങ്ങനെ നിങ്ങളുടെ ബ്ലഡ് ഫ്ലോ സ്ലോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആക്കുന്നു. അത് ഏത് രീതിയിലാണോ നിങ്ങൾക്ക് പെയിൻ റിലീഫ് വേണ്ടതെങ്കിൽ അങ്ങനെ. ഇറ്റ്സ് നോ പ്ലസീബോ, ഇറ്റ് ഈസ് ആക്ച്വലി ഹാവിംഗ് ഇറ്റ്സ് എഫിക്കസി. അപ്പോ ഒരുപാട് സൈസും തിങ്കിങ്ങും ഉണ്ട്. ഇനിയും ശ്രമിക്കുന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഇതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കൂടി ഒന്ന് നോക്കാം. നമ്മുടെ കൂടെ നമ്മുടെ ഓഡിയൻസ് ഉണ്ട്, സ്റ്റുഡിയോ ഓഡിയൻസ്. അവർ നിങ്ങളുടെ ഈ പ്രോഡക്റ്റിന് എന്തുമാത്രം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് എന്ന് ഇപ്പോൾ പറയും. യെസ് ഓർ നോ ബട്ടൺ അമർത്തിക്കൊണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഏതാണ്ട് എത്ര ഉണ്ടാവും? 85. 92. 89. ഏകദേശം 90% ആളുകൾക്കും ഈ പ്രോഡക്റ്റ് ആവശ്യമാണെന്ന് തോന്നുന്നു. താങ്ക് യു. താങ്ക് യു ഓ, സോ ഞാൻ ഞാൻ പറഞ്ഞത് പറഞ്ഞത് കുറച്ചൊക്കെ കുറച്ചെടുത്തൊക്കെ എത്തി. 92. ഇനി നിങ്ങളുടെ ആസ്ക് എത്രയാണെന്ന് പറയൂ. ടൈറ്റൻസിൽ നിന്ന് നിങ്ങൾ എത്രയാണ് പ്രതീക്ഷിക്കുന്നത്? വിക്രം, സോ ടൈറ്റൻസ്, ഞങ്ങൾ ഇപ്പോ ഇവിടെ 58 lakhsന് 2% എക്വിറ്റി ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത്.
പക്ഷേ ഇതുവരെ ഞങ്ങൾക്ക് നിങ്ങളുടെ സെയിൽസ് ഫിഗർ എത്രയാണെന്ന് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇതുവരെ സെയിൽ ചെയ്തിട്ടുള്ളത് 15 lakh rupees ആണ്. പിന്നെ ഞങ്ങളുടെ മന്ത് ആൻഡ് മന്ത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 40% വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കറന്റ് നമ്പേഴ്സ്. അപ്പോ ഇപ്പൊ നിങ്ങൾ ബേൺ ചെയ്യുകയാണോ? യെസ്. ഓക്കെ. സോ ഞങ്ങളുടെ ബേൺ ഓൺ എ മന്ത്ലി റേറ്റ് റഫ്ലി 13 to 14 ലക്ഷമാണ്. ഇതില് അപ്രോക്സിമേറ്റ്ലി പകുതി ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ സാലറിയും ഒക്കെയാണ്. ബാക്കി 2 to 3 lakhs അതാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. അതായത് പെർഫോമൻസ് മാർക്കറ്റിംഗിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വിക്രം, 2 പോയിന്റ്. നിങ്ങളിപ്പോ പറഞ്ഞു 15 ലക്ഷത്തോളമാണ് സെയില്. ഏത് ചാനലിലൂടെ എത്ര സെയിൽസ് വരുന്നു പറയൂ? തീർച്ചയായും ഏകദേശം 30% സെയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നാണ്. ആമസോണിന് ഏകദേശം 35 മുതൽ 40% വരെ ബിസിനസ് വരുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന 15% ക്വിക്ക് കൊമേഴ്സിൽ നിന്നാണ്. പക്ഷെ അത് ഈയിടെ ആയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതല്ലാതെ റീറ്റെയിലിൽ ഞങ്ങളൊരു ചെറിയ പൈലറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിന്നൊരു 10%. അപ്പൊ നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്പെൻഡ് ഈ ആമസോൺ ബാക്കി ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൊക്കെ എത്ര വരുന്നുണ്ട്? ഞങ്ങളൊരു 4.5 ലക്ഷത്തോളം മാർക്കറ്റിംഗ് സ്പെൻഡ് ആണ് ഓൺ ആമസോൺ, മെറ്റ ആൻഡ് ഗൂഗിൾ. അതിലൊരു 80 to 90K ആമസോണിലാണ് ഉള്ളത്. 3 to 3.5 ലക്ഷത്തോളം മെറ്റയിലാണ്. അപ്പൊ ഈ 3.5 ലക്ഷത്തോളം വരുന്നത് മെറ്റ എക്സ്പെൻസ് മാത്രമായിരിക്കും. നിങ്ങളുടെ വെബ്സൈറ്റിലും റിപ്പീറ്റ് റേറ്റ് എന്താണുള്ളതെന്ന് വെച്ചാൽ പറയൂ. 17 to 18% റിപ്പീറ്റ് റേറ്റ് ഉണ്ട്. ഏത് ടൈം പീരീഡിലാണത്? ഇതിപ്പോ കഴിഞ്ഞ 6 മാസത്തെ റിപ്പീറ്റ് റേറ്റ് ആണ്. കണ്ടോ, ഇത് ആദ്യമായിട്ട് രണ്ടുപേരും ഒന്നിച്ച് ബസർ അമർത്തുന്നത്. പറയൂ പ്രിയങ്ക, നിങ്ങൾ കൈ കൊടുക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ചില ഫണ്ടേഴ്സിന്റെ ഇടയിൽ തന്നെയാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടാണ് ഈ വാല്യുവേഷൻ ഞങ്ങൾ കൊണ്ടുവന്നത്. ഞങ്ങളുടെ കഴിഞ്ഞ ഫണ്ട് റൈസ് 1 വർഷം മുമ്പ് ഉണ്ടായത്. നിങ്ങളുടെ ലാസ്റ്റ് വാല്യുവേഷൻ എത്രയായിരുന്നു? ഞങ്ങളുടെ ലാസ്റ്റ് വാല്യുവേഷൻ അർജുൻജി പോസ്റ്റ് മണി 17.5 crores. അല്ല, അപ്പൊ നമ്മളൊരു ബിസിനസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ 5XP നോക്കൂ. അപ്പൊ ഞാനൊരു 25 lakhs at 10 crore വാല്യുവേഷൻ. I will also be willing to put 25 lakhs with Priyanka. Yeah. അപ്പോ ഏറ്റവും ആദ്യം അർജുൻ ആൻഡ് പ്രിയങ്ക, താങ്ക് യു വെരി മച്ച്. പക്ഷേ ഞങ്ങളുടെ ഈ ഫസ്റ്റ് റൗണ്ട് ഉണ്ടല്ലോ, അത് ഓൾറെഡി 17.5 റൈസ് ചെയ്തത്. ഞങ്ങൾ വേറെയും പല എക്സ്പേർട്സുമായിട്ട് സംസാരിക്കുകയും അവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അവരുടെ ഫീൽഡിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നവരാ. അപ്പൊ ഞങ്ങൾ നിങ്ങൾ പറയുന്ന ഓഫർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് അവരോട് കാണിക്കുന്ന അനീതിയാവുമെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങളാണ് തീരുമാനം പറയേണ്ടത്. We'll have to gracefully declining, but we are open to listen to the other titans. വാല്യുവേഷനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരു വാല്യുവേഷൻ തരണമെങ്കിൽ ഞാൻ ഇത് തന്നെ ആയിരിക്കും പറയുന്നത്. ആൻഡ് ഐ വിൽ നോട്ട് ബി ഏബിൾ ടു ഡു എ ഹാൻഡ് ഷേക്ക്, ബട്ട് ഐ ലവ് ദ ബ്രാൻഡ്. താങ്ക് യു വെരി മച്ച് സർ. ആൻഡ് യുവർ പാഷൻ. ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ബ്രാൻഡിനെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിൽ ഐ എം റെഡി. താങ്ക് യു സോ മച്ച്. അതായത് ഈ പ്രോഡക്റ്റിന്റെ വാല്യുവേഷൻ എനിക്കും ജിമ്മിനും ജോയിൻ ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ഇപ്പോഴുള്ള അഡ്വൈസറിന് നിങ്ങളെ 1000 കോടി ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. സോ വി വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അനുപം സാർ, താങ്കളുടെ തീരുമാനവും ഇത് തന്നെയാണോ? അതിപ്പോ എന്താ പറയുക, എല്ലാ ടൈറ്റൻസും ഒരു വാല്യുവേഷനിൽ വന്ന് എഗ്രി ചെയ്യുന്നു. വേറെ ഏതൊരു ടൈറ്റന്റെയും വാല്യുവേഷനിൽ പ്രത്യേകിച്ച് ഒരു വ്യത്യാസവും കാണുന്നില്ലെങ്കിൽ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ 5 ടൈറ്റൻസും നിങ്ങളുടെ പാഷനിലും നിങ്ങളുടെ പ്രോഡക്റ്റിലും വളരെ ഹാപ്പിയാണ്. അങ്ങനെ 5 ടൈറ്റൻസും നിങ്ങളോടൊപ്പം ഈ യാത്രയിൽ ഒന്നിക്കാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ടൈറ്റൻസിന് വേണ്ടി എന്ത് ബെസ്റ്റ് ഓഫർ ആയിരിക്കും പറയാൻ പോകുന്നത് വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. അതിനുശേഷവും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു കമ്പൈൻഡ് ഡീൽ ഓഫർ ചെയ്യാൻ പറ്റും. വളരെ വലിയ കാര്യം തന്നെയാണ് ടൈറ്റൻസ് എല്ലാവരും ചെയ്തത്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ മോട്ടിവേഷൻ. ആൻഡ് ഞങ്ങൾ പരമാവധി പോവുകയാണെങ്കിൽ ഇപ്പോ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഒരു 21 കോടിയിലേക്ക് എത്താൻ പറ്റും. 21 എന്ന് പറയുമ്പോൾ അത് വലിയ ഡിഫറൻസ് ഉണ്ട്. സംഗതി ഓക്കെ, നിങ്ങൾ നല്ല ബ്രാൻഡാണ് ഉണ്ടാക്കുന്നത്, നല്ല ഫൗണ്ടേഴ്സും ആണ്. പക്ഷെ അതിന് വലിയൊരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നമുക്ക് എടുത്തു പറയത്തക്ക വിധത്തിലുള്ളൊരു വലിയ ക്വാളിറ്റി അത് വളരെ കുറച്ച് പേരിലേ കാണാൻ പറ്റൂ. ഇങ്ങനെ ഒരു വേദിയിൽ വരിക, പിന്നെ പ്രോഡക്റ്റ് അതിനെപ്പറ്റി പിന്നെ അതിൻ്റെ ഐഡിയയെ പറ്റിയൊക്കെ അവതരിപ്പിക്കുക, അതും ഇത്ര വലിയ ടൈറ്റൻസിൻ്റെ മുൻപിൽ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ എത്ര എക്സ്പീരിയൻസ്ഡ് ആണെങ്കിലും കുറച്ച് പ്രഷറൊക്കെ ഫീൽ ചെയ്യുന്നതാണ്.
മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഇപ്പോൾ വളർത്തുന്നതേ ഉള്ളൂ, അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെയുള്ള ഓഫേഴ്സ് വരുമ്പോൾ അത് ഡിക്ലൈൻ ചെയ്യാനും പിന്നെ നിങ്ങൾ ഏത് രീതിയിലാണോ വിചാരിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും ഇത് കുറച്ച് പേരെ കൊണ്ട് മാത്രം പറ്റുന്ന ഒരു അപാരമായ ക്വാളിറ്റിയാണ്. Thank you. സോ വിത്ത് ദിസ് ഐ റിയലി വിഷ് യു എ ലോട്ട് ഓഫ് ലക്ക് താങ്ക് യു സോ ആൻഡ് മച്ച്. താങ്ക് യു വെരി മച്ച് ഫോർ ബീങ് ഹിയർ വിത്ത് us. ഗുഡ് ലക്ക്. എന്തായാലും നിങ്ങളുടെ ഈ ഒരു ബ്രാൻഡ് വലിയൊരു വിജയം തന്നെ ആവട്ടെ. അതുപോലെ അധികം വൈകാതെ നിങ്ങൾ വീണ്ടും ഐഡിയ ബാസിന്റെ വേദിയിലെത്തട്ടെ. താങ്ക് യു. താങ്ക് യു താങ്ക് യു വെരി മച്ച്. മച്ച്. താങ്ക് യു. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കൂ ഐഡിയ ബാസ്, ഇന്ത്യയുടെ സ്വന്തം സ്റ്റാർട്ടപ്പ് വേദി.